ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്തായിരിക്കും ആ പവർഫുൾ വേർഡ് എന്നുള്ളത്. അപ്പോൾ ഈ വേർഡ് എന്താണെന്നും ഇതിന് ഇത്രയും പവർ ഉണ്ടെന്നും എന്നെ മനസ്സിലാക്കി തന്നൊരു സംഭവം, അല്ലെങ്കിൽ എനിക്കിത് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ആദ്യം പറയാം. അപ്പോൾ അത് പറയണേന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു സംഭവം പറയാം. അതായത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേര സമയം ഇപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. മഴയായിരുന്ന സമയത്ത് ഞങ്ങളുടെ കടയിൽ ഇടയ്ക്കൊക്കെ കയറാറുള്ള കുട്ടി തന്നെയാണ്. അപ്പോൾ കുറേ സമയമായിട്ട് ആ കുട്ടി ഞങ്ങളുടെ കടയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി എനിക്ക് അമ്മേനെ ഒന്ന് ഫോൺ ചെയ്ത് തരാമോ? അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കുട എടുത്തില്ല, അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് വൈകണേന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ്റെ അമ്മേനെ അവൻ തന്ന നമ്പറിലോട്ട് വിളിക്കുകയാണ്. അപ്പം വിളിച്ചിട്ട് പക്ഷേ അവൻ്റെ അമ്മയുടെ നമ്പർ കോള് പോകണില്ല, എൻഗേജ്ഡ് ബിസി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളായിട്ട് കോള് കണക്റ്റ് ആയില്ല. അപ്പോൾ അവൻ പറഞ്ഞ് കുറച്ച് നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്നും കൂടി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ വീണ്ടും പോയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ അവൻ്റെ അമ്മേനെ വിളിച്ചു, പക്ഷേ കോള് കണക്റ്റ് ആയില്ല. അപ്പോൾ അങ്ങനെ കുറേ സമയമായി അങ്ങനെ നിൽക്കണം. എന്ന് വെച്ചാൽ എന്തോ 4 മണിയായപ്പോൾ വന്നിട്ട് 5 മണി വരെയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവന് ആകെ ഇങ്ങനെ ഒരു എന്തോ ഭയങ്കര ഒരു വിഷമം പോലെ അങ്ങനെ ഒരു തളർന്ന മട്ടിൽ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം എനിക്കെന്തോ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എന്തോ ഒരു വിഷമം. അപ്പം ഞാൻ എൻ്റെ മോൻ്റെയും കാര്യം ആലോചിച്ചിരിക്കുന്നു. സ്കൂൾ വിട്ട് വന്ന കുട്ടികളൊക്കെ എന്തായാലും നല്ല വിശന്ന് തളർന്നിട്ടൊക്കെ ആയിരിക്കുമല്ലോ വന്നത്. അപ്പോൾ ഇവൻ കുറേ സമയമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യം ഒരു കാര്യം ചെയ്താലും നമ്മൾ ആരുടെ പറയരുതെന്നാണ് സംഭവം പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ സംഭവം പറയണമെങ്കിൽ ഈ കാര്യം പറയാതെ വയ്യ, അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട ആൻറ്റി വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോ, ഫ്രൂട്ടിയൊക്കെ ഇരിക്കണ്ടല്ലോ അതൊരെണ്ണം വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ വേണ്ട. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ പൈസ ഇല്ലാണ്ടായിരിക്കും എന്തെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ അവന് കുറേ അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഒരു 10 രൂപേൻ്റെ ചെറിയൊരു ഫ്രൂട്ടിയും പിന്നെ 10 രൂപേൻ്റെ ഒരു ബിസ്ക്കറ്റും ബില്ലടിച്ചിട്ട് ഞാൻ തന്നെ ജീപ്പ് ചെയ്തിട്ട് ബില്ലടിച്ചിട്ട് അവന് കൊടുത്തു. അപ്പോൾ കുറേ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സാരല്ല നീ കഴിച്ചോ, അപ്പോഴേക്കും അമ്മേനെ കോള് വിളിക്കാം, അപ്പോഴേക്കും നീ കഴിച്ചു എന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ, ഫ്രൂട്ടിയും കുടിച്ച് ബിസ്ക്കറ്റും കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അവൻ്റെ അമ്മയുടെ ഫോണിലോട്ട് വിളിച്ചപ്പോഴത്തേക്കും കോള് ബെല്ലടിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തോട്ട് വേഗം ചെന്നിട്ട് പറഞ്ഞു, ഇത് ബെല്ലടിക്കണ്ട് എന്നാന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തപ്പോഴേക്കും അവൻ പറഞ്ഞു, സോറി ട്ടോ ഗൈസ്, ഞങ്ങൾ മുകളിൽ അപ്സ്റ്റെയറിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ താഴത്ത് ഒരു കുട്ടി ഉണ്ടാവും, കളിക്കുന്ന സൗണ്ടാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ ഫോൺ എന്നാന്നും പറഞ്ഞിട്ട് കൊടുത്തു. കൊടുത്തപ്പോഴേക്കും ഇവൻ എൻ്റെ അടുത്ത് പറയുകയാണ്, അയ്യോ എൻ്റെ വിളിക്കണ്ട, കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തെന്ന് ചോദിച്ചിട്ട് ഞാൻ അവനെ കട്ട് ചെയ്തു. അപ്പോൾ അവൻ ഇത് കഴിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ഇവൻ ഇത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ കുടയില്ലാത്തതുകൊണ്ട് വൈകുവാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. എനിക്കിപ്പോൾ അത് പറയുമ്പോൾ സങ്കടം വരുന്നുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവൻ പറയാണ്, അതായത് ഇവൻ ഉച്ചയ്ക്ക് ഇവന് എന്തോ ഫുഡ് കൊണ്ടോട്ട് ഇവന് കഴിക്കാൻ പറ്റിയില്ല, എന്തോ വയറുവേദന അങ്ങനെ എന്തോ സംഭവമായിട്ട് കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ അവൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ആകെ ഒരു അവശത അവനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവനത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഭയങ്കരമായിട്ട് തളർന്നിട്ടാണ് അത്. അവൻ എൻ്റെ അടുത്ത് അവൻ എന്നെ ശരിക്കും വിളിക്കാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങാൻ, ഒന്നിനുമായിട്ട് അവൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു, അവന് നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് അവൻ ഞങ്ങളുടെ സ്റ്റെപ്പുമ്പോൾ വന്നിരുന്നത്. ആദ്യം കുറേ നേരം നിന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇരുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുകയാണ്, ആൻറ്റി എൻ്റെ അടുത്ത് കുടയുണ്ട്, എൻ്റെ ബാഗിൽ കുടയുണ്ട്, പക്ഷെ അമ്മേനെ വിളിക്കാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് നടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞു, അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് അപ്പം ഞങ്ങളുടെ കടയുടെ സ്കാനറിലോട്ട് GPay ചെയ്യിക്കാം, അപ്പോൾ ക്യാഷ് ഇട്ടിട്ട് അവൻ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കണമായിരുന്നു, അപ്പോൾ എന്തെങ്കിലും കഴിക്കണമായിരുന്നു, തല ഇറങ്ങണ പോലെയൊക്കെ തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അപ്പം എനിക്കെന്തോ ഒരു ഭയങ്കര എന്താണെന്ന് എനിക്കറിയാം, ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. സോറി ട്ടോ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി. അങ്ങനെ അവനതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റക്കായി നിന്നു, സങ്കടമൊക്കെ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ചു. അവനാണെങ്കിലും ഇങ്ങനെ വൈകിട്ട് വിശന്നൊക്കെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പെട്ടെന്ന് അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിത് കഴിച്ച് കഴിഞ്ഞ് ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട്
എൻ്റെ അടുത്ത് വന്നിട്ട് അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് താങ്ക് യു ആൻറ്റി, ഒത്തിരി താങ്ക് യു. എന്തോ എനിക്കത് പറയാൻ പറ്റുള്ളെങ്കിൽ വേണ്ടി ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു, വിശന്നിട്ട് നിൽക്കാൻ വയ്യായിരുന്നു, താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാണോ അത് എന്തൊക്കെയോ എനിക്കാണെങ്കിൽ സങ്കടം വരുവാണ്. അവൻ്റെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു ഇതും പിന്നെ അവൻ്റെ അപ്പോഴത്തെ ആ ഒരു സന്തോഷവും ആ ഒരു എന്താ അങ്ങനെ എനിക്കത് പറയാൻ കിട്ടുള്ളൂ. അതെല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് കരച്ചിലാണോ സന്തോഷമാണോ എനിക്ക് കുറേ സമയത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് വിട്ടു മാറാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു താങ്ക് യു ഉണ്ട്, അത് ഞാൻ ഇന്നും പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ശരിക്കും നന്ദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്ക് അത്ര ഒരു സിൻസിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അവൻ്റെ അടുത്ത് നിന്നാണ്. അവനാ നന്ദി പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ സന്തോഷം. ഞാൻ വെറും ഒരു 20 രൂപയ്ക്ക് വിലയിലൊന്നല്ല കേട്ടോ, എന്നാലും ഒരു 10ൻ്റെ ഒരു ഫ്രൂട്ടി, ഒരു ചെറിയ ബിസ്ക്കറ്റ്, ആ ഒരു സംഭവം കൊടുത്തിട്ട് അവനുണ്ടായ സന്തോഷം, അല്ലെങ്കിൽ അവൻ്റെ ക്ഷീണം മാറി, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര എനിക്കിപ്പോഴും പറയാൻ പറ്റുള്ള ഫീലിംഗ് എന്താന്നുള്ള സംഭവം. അപ്പോൾ അതിനുശേഷം അവനുണ്ടല്ലോ എല്ലാ ദിവസവും, അല്ലെങ്കിലും അവൻ ഞങ്ങളുടെ കടയിൽ കയറുമ്പോൾ വർത്താനം പറയുക എങ്ങനെയൊക്കെ ചെയ്യും എല്ലാ ദിവസവും. അപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് റോഡിൽ പോണവരെ കാണുകയും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ പോകുമ്പോൾ എന്നെ നോക്കിയിട്ട് അവിടെ റോട്ടിൽ നിന്ന് വിളിച്ചിട്ട് ആൻറ്റി ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ വീശിപ്പിട്ടാണ് പോകണം. അപ്പം എന്താണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധം പോലെ, അത് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ആത്മബന്ധം അങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായി. അപ്പം അങ്ങനെ എല്ലാ ദിവസവും അവൻ എന്നെ കാണുമ്പോൾ ഹായ് കാണിക്കും. കടയിൽ കയറുമ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് കുറേ നേരം വർത്താനം പറയും, ചിരിക്കും. അങ്ങനെ ഭയങ്കര കൂട്ടാണ്. പിന്നെ എപ്പോഴെങ്കിലും 2 ദിവസം ഒരു ദിവസമൊക്കെ എന്നെ കാണാണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവൻ ഹായ് കാണിക്കുമ്പോൾ എന്നെ അപ്പം അവിടെ കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം കടയിൽ വന്നിട്ട് ചോദിക്കും എൻ്റെ അടുത്ത്, ആൻറ്റി ഇന്നലെ ലീവായിരുന്നല്ലേ, ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇന്നിപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവൻ എന്നോട് ചോദിക്കും ആൻറ്റി ഇന്നലെ എന്തായിരുന്നു ലീവ് എന്ന്. അപ്പോൾ അത്ര ഒരു സന്തോഷം, നമ്മൾ ചെയ്തതൊരു ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും, അതൊരു കുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ഇന്നിപ്പോൾ എനിക്കൊരു നല്ലൊരു സ്ഥാനമുണ്ട്. അവൻ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ സംഭവം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിലൊന്നും സന്തോഷം കണ്ടെത്താണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നമുക്ക് ഇല്ലാത്തതിനെ പറ്റി മാത്രം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഈ കഥ പറയാൻ കാരണം, ഈ താങ്ക് യു എന്നുള്ള സംഭവത്തിന് ഇത്ര പവർ ഉണ്ടെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഞാനിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഇതൊന്നുമല്ല കേട്ടോ. ഞാനിത് വളരെ ബുക്ക് വായിച്ചും യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് കിട്ടിയത്. എൻ്റെ മൈൻഡ് അപ്സെറ്റ് ആകുമ്പോൾ ഞാൻ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണുമ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അതൊന്ന് പറഞ്ഞു തന്നെ എന്ന് വിചാരിച്ചിട്ടാണ്, ആർക്കെങ്കിലും ഇത്രയെങ്കിലും ഒരു യൂസ്ഫുൾ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയണത്. ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിലാണ്, എല്ലാവർക്കും വീടുണ്ട്, എനിക്ക് മാത്രം വീട്ടില്ല, ഞാൻ വാടക വീട്ടിൽ താമസിക്കും. ഞാനത് എപ്പോഴും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഞാൻ സോറിയുടെ കേസ് താഴത്തെ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുക, അതിൻ്റെ ഒരു ഇതാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ വാടകയ്ക്കാണെങ്കിലും എനിക്ക് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വാടകയുടെ റെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്താനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാടകയ്ക്കാണെങ്കിൽ പോലും ഒരു വീടില്ലാത്ത, വാടക കൊടുക്കാൻ പറ്റാത്ത, ഒരു വാടകയ്ക്ക് ഒരു വീടില്ലാത്ത റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ എന്തോരം, ഇവരുടെയൊക്കെ ചിലപ്പോൾ ഒരു സ്വപ്നമായിരിക്കും. ടെൻറ്റ് കെട്ടിയിട്ടൊക്കെ എത്ര ആൾക്കാർ റോട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ വെറുതെ പാലത്തിനടിയിലും അവിടെ ഇവിടെയും ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്ന് നടക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവരുടെ ഒരു സ്വപ്നമായിരിക്കും വാടകയ്ക്കെങ്കിലും ഒരു വീട്ടിൽ താമസിക്കാം. ഞാനിപ്പോൾ അതിനൊത്തിരി നന്ദി പറയുന്നുണ്ട്. ഇത്രയും നല്ലൊരു വീട്ടിൽ, അല്ലെങ്കിൽ നമുക്ക് വാടക കൊടുത്തിട്ടായാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ള വാടക വീടിനോട് പോലും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങി നോക്കി. ഞാൻ അങ്ങനെ വിശ്വസിക്കണം. ഞാൻ ഇതിൽ നിന്ന് നന്ദി പറഞ്ഞു. ഈ വാടക വീടിനെ പറ്റി എപ്പോഴും ഇങ്ങനെ എനിക്ക് വീടില്ല അങ്ങനെ ചിന്തിച്ചിട്ടിരിക്കണതിന് പകരം ഞാൻ ഇപ്പം ചെയ്യണത്, ഇതെങ്കിലും എനിക്ക് തന്നല്ലോ ദൈവമേ, ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് എനിക്കുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്, ഞാൻ 10 രൂപയിൽ ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യം എന്താണോ നമ്മൾ അതിന് സന്തോഷം കണ്ടെത്തി
നമ്മളൊന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക, എനിക്കിതെങ്കിലും ഉണ്ടല്ലോ, എനിക്കിതുണ്ടല്ലോ, ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്കുള്ള ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനെല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞൊന്ന് ശീലിച്ച് നോക്കും. നമ്മുടെ മനസ്സിന് തന്നെ ഒത്തിരി പോസിറ്റീവ്, നമ്മുടെ മനസ്സ് തന്നെ ഒത്തിരി ഹാപ്പി ആവും. നമുക്ക് കണ്ണ് കാണാം, നമുക്ക് ചെവി കേൾക്കാം, നടക്കാം, ഓടാൻ, ചാടാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്, ഒരു കണ്ണ് കാണാത്ത ഒരാളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും ഈ ഭൂമിയിലത്തെ കളറ് കാര്യങ്ങൾ എല്ലാം, അവരുടെ എന്തിന് അച്ഛനെ അമ്മേനെ അവരുടെ സ്വന്തക്കാരെയൊക്കെ കാണാമെന്നുള്ളത്. നമ്മൾ അതിൻ്റെ വില ഒന്നും മനസ്സിലാക്കണില്ല. അതുപോലെ ചെവി കേൾക്കാത്ത ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ലോകത്തുള്ള എല്ലാ സൗണ്ടും കേൾക്കാമെന്നുള്ളത്. പക്ഷേ നമുക്ക് ചെവി കേൾക്കാം, എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കും. നമ്മളെപ്പോഴും നമുക്കുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്കായാലും ദൈവത്തോട് നന്ദി, യൂണിവേഴ്സിനോടൊന്ന് നന്ദി പറഞ്ഞു നോക്കൂ. താങ്ക് യു. അതാണ് ഞാൻ ഈ പറഞ്ഞ വേർഡ്, പവർഫുൾ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് താങ്ക് യു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരാളൊരു സഹായം ചെയ്തു, ഇപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു, നമ്മൾ അയാളോട് താങ്ക് യു പറയാമെന്ന് വിചാരിക്കും. അപ്പോൾ ചിലർ എന്തിനാ അവരുടെ ജോലിയില്ല, അതിനല്ലേ കാശും കൊടുത്ത് അവിടെ നിർത്തിക്കൊണ്ട് താങ്ക് യു പറയേണ്ട കാര്യം. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു നോക്കൂട്ടെ, നമ്മളതൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷവും നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം അതൊന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇപ്പോൾ വലിയവരായാലും ചെറിയവർ, ഞാൻ അവിടെ നിന്നാണ് ഈ താങ്ക് യുൻ്റെ ഒരു പവർ മനസ്സിലാക്കി തുടങ്ങിയത്. ചിലപ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും താങ്ക് യു, ഇപ്പോൾ വലിയ ആൾക്കാരെങ്ങനെ താങ്ക് യു, ഇപ്പോൾ ഒരു അമ്മമാരാണെങ്കിലും കുറച്ച് പ്രായമുള്ളവരാണെങ്കിലും കേട്ട മോളെ പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിള്ളേരാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ താങ്ക് യു ആൻറ്റി അങ്ങനെയൊക്കെ നീട്ടി പറഞ്ഞു വരുമ്പോൾ ഉള്ളൊരു സന്തോഷം, പലപ്പോഴും നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ പോലും ആ താങ്ക് യു എന്നുള്ള വേർഡിന് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടെ. എന്ത് നിസ്സാര കാര്യം നമുക്ക് ആര് ചെയ്ത് തന്നാൽ പോലും നമ്മളൊന്ന് താങ്ക് യു പറഞ്ഞ് പഠിച്ചു നോക്കും. നമുക്കും സന്തോഷമാണ്, അവർക്കും സന്തോഷമാണ്. അതുപോലെ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി ആലോചിക്കാണ്ട് ഉള്ളതിനെ പറ്റി നന്ദി പറഞ്ഞ് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. ഞാനിങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എൻ്റെ മനസ്സ് തന്നെ ഹാപ്പിയാണ്. അല്ലെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടിരിക്കുന്നത്, എൻ്റെ മനസ്സ് തന്നെ ഇപ്പോൾ ഹാപ്പിയാണ്. അത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മുടെ മനസ്സൊന്ന് സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിനുള്ള എല്ലാവർക്കും താങ്ക് യു പറഞ്ഞ് നമുക്കുള്ളതിന് ദൈവത്തോട് നന്ദി പറഞ്ഞും ഒക്കെ നമ്മളൊന്ന് ശീലിച്ച് നോക്കൂ. അപ്പം കാണാം ഈ താങ്ക് യു എന്നുള്ള വേർഡിൻ്റെ പവർ എത്രത്തോളം ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.